അമ്മ പെട്ടെന്ന് ചാടിക്കറി ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചേട്ടത്തിക്ക് നല്ല വിഷമായി, ഒരേ കരച്ചിലായിരുന്നു. കരയട്ടെ. പിന്നെ ആ കരച്ചിലും കണ്ട് നീ സമാധാനിപ്പിക്കാനൊന്നും പോകണ്ട. അത് ഇനി വല്ല അമ്മ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളായി, കേട്ടല്ലോ. അല്ല, ഈ 2 വള്ളത്തിലും കാല് ചവിട്ടി എത്ര നാൾ നിൽക്കാനാ പ്ലാൻ? എത്ര നാൾ നിൽക്കുമെന്നൊന്നും അറിയത്തില്ല. ഒന്ന് ഈ വീട് എൻ്റെ പേര് എഴുതി തരണം, ഇല്ലെങ്കിൽ ചേട്ടൻ മേടിച്ച റോഡ് സൈഡിലുള്ള 5 സെൻറ്റ് സ്ഥലം എൻ്റെ പേരിലാക്കി തരണം. ഇത് ആവുന്നത് വരെ ഇങ്ങനെ തന്നെ ഞാൻ നിൽക്കും. ആഗ്രഹം കൊള്ളാം, പക്ഷെ ഇത് 2 നടക്കാൻ പോകുന്നില്ല. ഞാൻ നടത്തിയെടുത്തോളാം. അവള് വല്ലതും കഴിച്ചോടി? ഇല്ല. അതെ, പട്ടിണി കിടന്ന് ചാവാനാണെങ്കിലേ ആ പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. ആ പരിപ്പ് ഇവിടെ വേഗത്തുമില്ല. എന്നിട്ട് ചെറുക്കനോട് വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ വന്ന് കയറാൻ അവൻ, എന്നിട്ട് അവൻ എന്നെ അടിക്കണം. അതാ അവിടെ മനസ്സിലിരിക്കുന്നത്. അതെ, അമ്മയും പതുക്കെ പറയൂ. നീ ഇതുവല്ലോ ചേട്ടൻ കേട്ടോണ്ട് വരണം, പിന്നെ എൻ്റെ കാര്യം നടക്കാതെ. എടാ, നീ വിചാരിക്കുന്നില്ല, അവൾ എപ്പോഴേ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അവനോട്. എന്തായാലും ചേട്ടത്തി ചേട്ടനോടൊന്നും പറയത്തില്ല, അതുറപ്പാ. എന്താ നിനക്ക് ഉറപ്പ്? നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. 3-4 നേരം ഇങ്ങനെ വാരി തിന്നോണ്ട് കുത്തിയിരിക്കാതെ വെളിയിലൊക്കെ പോയി ഒന്ന് നടക്ക്, കയറി ഇറങ്ങിയിട്ട് നടക്ക്. ശരീരത്തിനൊരു വ്യായാമമൊക്കെ വരട്ടെ. ഞാനൊരു നഴ്സാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അമ്മ എന്നെ പഠിപ്പിക്കണ്ട. അറിഞ്ഞ് ചെയ്താൽ മതി. അമ്മ പറഞ്ഞാൽ കറക്റ്റല്ലേ? ശകല നേരവും റൂമിൽ കിടത്തവും തീറ്റി. ഇനി വല്ലപ്പോഴേക്ക് പുറത്തിറങ്ങി ശരീരം നോക്കി ഇറങ്ങി നടന്ന്. അതെ, നിങ്ങളുടെ അമ്മയോട് പറഞ്ഞേക്ക് ചേട്ടത്തി എടുക്കുന്ന രീതി എൻ്റെ അടുത്ത് വേണ്ടാന്ന്. ഞാനത് കേട്ട് സങ്കടപ്പെടുന്നതിനോ അല്ല. ആദ്യം ചായ കുടിക്കും. സങ്കടപ്പെടണോ അല്ല എന്ത് വേണമെന്നേ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഓ ഓ അച്ഛാ, ഒന്നുമില്ല, ഞാൻ കിടക്കുമായിരുന്നു. തുടങ്ങിയച്ചാ. ഇവിടെ എന്ത് കുഴപ്പം? ഏയ്, കുഞ്ഞുണ്ടാവുമ്പോന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷം. അച്ഛൻ്റെ മോള് ഇതുവരെ ഒന്നും കഴിച്ചതുപോലെയല്ല അച്ഛൻ. ചേട്ടത്തി ചായ കുടിച്ചേ. എനിക്ക് വേണ്ട പ്രീതി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഇത് കുടിച്ചേ. നീ ഇങ്ങോട്ട് വരുന്നത് അമ്മ കണ്ടായിരുന്നോ? കണ്ടാലെന്താ, എന്നോട് സുഖിയിടാന്ന് വെച്ചാലേ ഞാൻ കിടത്തി ചികിത്സിക്കും. കുഞ്ഞിന് അനക്കമൊക്കെ ഉണ്ടോ പ്രീതി? ഇടയ്ക്കൊക്കെ. ചേട്ടത്തി വിഷമിക്കാതെ, താമസിക്കാതെ ചേട്ടത്തിൻ്റെ മേലെ ഇതുപോലെയാവും. ആ സുധേട്ടാ, എവിടെ ഏട്ടാ? ആ അല്ല, ഞാൻ ചുമ്മാ വിളിച്ചേ. ഏട്ടത്തി വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലേ? ആ അതാണ്. അപ്പോൾ ഒന്നും അറിഞ്ഞില്ല അല്ലേ ഇവിടുത്തെ പ്രശ്നങ്ങൾ?
ചേട്ടാ ഇവിടെ മൊത്തം ഇങ്ങനെ പ്രശ്നമായ അമ്മ സത്യം പറഞ്ഞാൽ അമ്മയുടെ വഴക്ക് കേട്ട് ഏട്ടത്തിയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം വരും ചേട്ടാ. അത് കണ്ടു നിന്ന് എൻ്റെ ഒരു മനസ്സവസ്ഥ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ അല്ല ചേട്ടൻ കൂടുതലായിട്ടൊന്നും അറിഞ്ഞെന്നുള്ള രീതിക്കൊന്നും നിൽക്കണ്ട. ചേട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ല, അത്ര തന്നെ. ആ ശരി. ഒരു കുടുംബം ലഭിക്കപ്പോൾ ഒരു സമാധാനമാണ്. നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നോ? ഇതല്ല, ഇതിനപ്പുറം ഉണ്ട്. എടി ഏട്ടത്തി എന്തായാലും ഏട്ടനെ വിളിച്ച് ഇവിടെ നടന്ന കാര്യമൊന്നും പറയാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ഏട്ടനെ അറിയിക്കുക. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഒരു പ്രശ്നം നടക്കും. അതിന് ആളി മൂട്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രയും ചെയ്തു കൊടുക്കുക. ഏട്ടൻ പിന്നെ സമാധാനം കെട്ടി ഇവിടുത്തെ വഴക്ക് കാരണം ഏട്ടത്തെയും വിളിച്ചുകൊണ്ട് ഏട്ടത്തി വീട്ടിൽ പോയാൽ ഈ വീട് പിന്നെ ആരാ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്? ഈ കൈകളിലായിരിക്കും. സംഗതി കൊള്ളാം, പക്ഷെ അവർ തിരിച്ചു വന്നാലോ? ഇനി പോകുന്ന സമയം കൊണ്ട് അമ്മയെ ചാക്കിലാക്കിയത് ഞാൻ എൻ്റെ പേരിലാക്കി എടുക്കൂലേ? പക്ഷെ ഈ വീട് വെച്ചതേ ഏട്ടത്തിയുടെ സ്വർണം കൊണ്ടാ. അതുകൊണ്ട് ഈ വീട് ഏട്ടനാണെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയണേക്കാം. ആ വാക്കല്ലേ, ആ വാക്കും പഴയ ചാക്കൊക്കെ ഒന്ന് തന്നെ, അതൊക്കെ അങ്ങ് മാറ്റിയെടുത്തോളൂ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇന്നിവിടെ വഴക്ക് കിടക്കും, അതിൻ്റെ ഇടയിൽ കയറി സംസാരിച്ചെന്തെങ്കിലും ഇതൊന്ന് മൂപ്പിച്ചെന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങ് ഇതാക്കി ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ അവൻ്റെ നാട്ടിലങ്ങ് പോകും. പക്ഷെ മാറാത്തൊരു വാക്ക് ഞാൻ പറയാം. എന്ത്? ഈ വീട് സ്വന്തമായി കഴിഞ്ഞാൽ അമ്മ ആദ്യം ഇറക്കും. ഇതൊന്നും ആദ്യം നടക്കട്ടെ, എല്ലാം ഇങ്ങനെ വെപ്രളപ്പെടാതെ നടക്ക്. എന്താ നടക്കണേന്ന് നോക്കാം. സമാധാനമില്ല. എന്തായി? എന്താവാൻ, വന്നപാടെ റൂമിൽ കയറി കഥ അടച്ച്. അമ്മ എനിക്കറിയില്ല. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ചേട്ടാ അല്ല, ചേച്ചി ഇതൊന്നും കഴിച്ചില്ല. അപ്പം എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. കഴിക്കാനുള്ളതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. കയറി അടയിരിക്കാൻ വരട്ടെ. എന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വേണം. എന്താ അമ്മയ്ക്ക് ഇത്ര പറയാനുള്ളത്? അമ്മയോട് ഉച്ചയ്ക്ക് പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. എങ്ങനെ ഇരിക്കുന്നു? നീയല്ലേ പറഞ്ഞത് ഏട്ടത്തി ഒന്നും വിളിച്ച് പറയത്തില്ല, ഏട്ടത്തി നല്ലതാണെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? അതിന് അവളല്ലേ പറഞ്ഞത്? പിന്നെ ഇവരാ നീയോ? ഈ വീട്ടിലെ കുറ്റങ്ങളെല്ലാം നിഷേധപ്പെട്ട് ചാർത്തി കൊടുക്കണമെന്ന് അമ്മയ്ക്ക് എന്താ അത്ര നിർബന്ധം? തെറ്റ് കണ്ടാ ഞാൻ പറയും. ഓ, എന്തായിരുന്നു തെറ്റ്? ഗർഭിണി അവൾക്ക് കുറച്ച് ആഹാരം ഉണ്ടാക്കി കൊടുത്തോ? അതാണോ വലിയ തെറ്റ്? എടാ പൊട്ട, കൊച്ചുങ്ങൾ ഉണ്ടാകത്തോരെ ഗർഭിണികൾക്ക് പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല, അത്ര തന്നെ. അമ്മയോട് ആരാ പറഞ്ഞത് രക്ഷിക്ക് കുട്ടികളുണ്ടാവില്ല? കുട്ടികൾ ഉണ്ടാകുമല്ലോ, ഉണ്ടാക്കുമല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ ടെസ്റ്റ് ട്യൂബ് കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഈ വീട്ടിൽ കെട്ട് ഞാൻ സമ്മതിക്കത്തില്ല. അതിന് ആർക്ക് വേണം അമ്മയുടെ സമ്മതം? ചേട്ടാ, നമ്മുടെ കുടുംബത്തിന് അതൊക്കെ ഒരു ചീത്തപ്പേരാവില്ലേ? അതിന് എന്താടാ കുടുംബമായത്? അച്ഛൻ മരിക്കുന്നത് വരെ 2 മുറിയുള്ള ഒരു ഷെഡായിരുന്നു ഈ വീട്. പിന്നീട് എന്റെ അധ്വാനത്തിന്റെ എവിടെ സ്വർണ്ണം കൊണ്ടത് ഇങ്ങനെയൊക്കെ ആയത്. ആ വീട്ടിൽ ഒരു പണിയും ചെയ്യാതെ കിടക്കാൻ നിനക്ക് നാണമൊന്നുമില്ലല്ലോ. ചേട്ടാ നിർത്ത്, വെറുതെ പറഞ്ഞ് കാട് കയറണ്ട. എന്തിനാ നിർത്തുന്നത്? നിർത്തണ്ടടാ. നിന്റെ മനസ്സിലിരിക്കുന്ന എല്ലാം കൂടെ പുറത്തിറക്ക. എന്നിട്ട് ഞങ്ങളെ അങ്ങ് അടിച്ച് പുറത്തിറക്ക. എന്നിട്ട് നീ നിന്റെ മച്ചിപ്പെണ്ണുകളും കൂടെ അങ്ങ് പുറത്തിറക്ക. ആ വാക്ക് ഈ വാവുകൊണ്ട് മേലെ പറഞ്ഞു വരുന്നത് മച്ചി വരും. നിങ്ങൾ ഈ നാട് നിങ്ങളെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, എന്റെ മരുമോള് മച്ചിയാണ് മച്ചിയാണെന്ന്. അവളെ അല്ല മച്ചി എന്ന് വിളിക്കേണ്ടത്, എന്നെ ആ പേര് വിളിക്കേണ്ടത്. എനിക്കാ കുട്ടികളുണ്ടാവാത്തത്. എന്നെയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പേര് വിളിക്കാനുള്ള എന്നെയാ, അവളെ അല്ല.
പിച്ചുപോയി. ആരൊക്കെ എതിർത്താലും സ്വന്തം വീട്ടുകാരെ കൂടെ ഉണ്ടോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം മനസ്സിലായി, അമ്മ ഒരു ഇല്ലാതായി പോയല്ലമ്മ എൻ്റെ കൂടെ. എന്നിട്ടെന്താ നിങ്ങളിത് ആരോടും പറയാത്തത്? ഞങ്ങളുടെ കുറവ് ഞങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരെ? എൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞതാ, വേറെ ആരെയും കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കും. എന്നിട്ട് അവളെന്നെ വിട്ടു പോയില്ല, എൻ്റെ കൂടെ നിന്നു. അവളെ അമ്മ ഈ മച്ചി എന്നൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ എൻ്റെ നെഞ്ചാ തകർന്നുകൊണ്ടിരുന്നത്. വഴിയുണ്ട്. ഈ ടെസ്റ്റ് ട്യൂബ് വഴിയോ വേറെ എന്തെങ്കിലും മാർഗത്തിലോ ഞങ്ങളൊരു കുഞ്ഞിനെ ജനിപ്പിച്ചെടുത്തോട്ടെ. അതുവരെ ഞങ്ങളുടെ ഇവിടുന്ന് കഴിയാൻ അനുവദിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് എവിടെയെങ്കിലും പൊയ്ക്കോളാം, എവിടെയെങ്കിലും. നിങ്ങൾ ആരും വിശല്യപ്പെടുത്താൻ പറ്റില്ല. മോനെ പാവം ചേട്ടത്തി, ഇതെല്ലാം ഉള്ളിൽ നോക്കി എന്തോരം കേൾക്കുമായിരുന്നു. നീ വാ. ഭഗവാനെ, എൻ്റെ മക്കൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുക്കണേ ഈശ്വര.